സർവശക്തനേ എൽറോഹിയേ എബനേസരേ ആൽഫയേ ഒമേഗയേ റാഫയേ എൻ സൗഖ്യമേ എൽഷാദയേ സർവശക്തനേ എൽറോഹിയേ എബനേസരേ ഏറ്റവും യോഗ്യനേ നിത്യം രാജാവേ എൻ്റെ പിതാവേ യേശുവേ ഏറ്റവും യോഗ്യനേ നിത്യം രാജാവേ എൻ്റെ പിതാവേ യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം നമുക്ക് തരുന്ന വിലയേറിയ വചനം ഉൽപ്പത്തി പുസ്തകം 4:1 ഒന്ന് ശ്രദ്ധിച്ചു. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. ആമേൻ. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, കയീനെ പ്രസവിച്ചു. അനന്തരം എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിൽ നിന്നും പുറത്താക്കപ്പെട്ട് അതിന് തൊട്ടു മുമ്പ് ഒരു പ്രവചനം കേട്ടിട്ടുണ്ട്. എന്താണ്? സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കും. അങ്ങനെ ദൂതുണ്ട്. പക്ഷെ അവർ പുറത്താക്കപ്പെട്ടു. പക്ഷേ അവരാ ദൂതിന്റെ വെളിച്ചത്തിൽ ജീവിതം തുടങ്ങുകയാണ്. ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ജീവിക്കേണ്ടത് ഇന്നലെ പറ്റിയ തകർച്ചകളുടെ ഓർമ്മകളിലല്ല, ഇന്നലകൾ നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിന്റെ ഓർമ്മകളിലാണ്. ഒത്തിരി പരാജയങ്ങൾ വന്നിട്ടുണ്ടാകാം. അതിനെ ഓർത്ത് വീണ്ടും കുറ്റബോധത്തിലും തകർച്ചയിലും ജീവിക്കുന്ന നിർത്തിയിട്ട് ആ തകർച്ചകളുടെയൊക്കെ നടുവിൽ നിങ്ങൾ കടന്നുപോയപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചില ദൈവശബ്ദങ്ങൾ കിട്ടിയിട്ടില്ലേ? ചില ആലോചനകൾ കിട്ടിയിട്ടില്ലേ? ചില വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടില്ലേ? അതിൽ ജീവിക്കുക. ആദാമും ഹവ്വയും അവർക്ക് കിട്ടിയ ദൂത് അവർ വിശ്വസിച്ചു. അവർക്കൊരു പുരുഷ പ്രജ ജനിച്ചപ്പോൾ അവർ പറയാണ്, യഹോവ ഞങ്ങൾക്കൊരു പുരുഷ പ്രജയെ തന്നു. അതെന്നങ്ങനെ പറയുന്നത് അവരോർത്തു, ഇന്നലകളിൽ കേട്ട ദൂതിന്റെ ഒരു നിവൃത്തി കയീനിലൂടെ ചിലപ്പോൾ ദൈവം ചെയ്യും. ഇന്നത്തെ ദൂത് ഇതാണ്: പ്രതീക്ഷയോടെ ജീവിക്കുക. കാരണം അത് ജനിച്ചപ്പോൾ ഒരു പ്രതീക്ഷ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ അടുത്ത ചില നാളുകൾ കഴിഞ്ഞായിരിക്കാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത്. പക്ഷെ ഇന്ന് മുതൽ ചില സൈനുകൾ ദൈവം തരും. ഈ അടയാളങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതാണ് പറഞ്ഞത്, അവൻ അടയാളം എന്ന വണ്ണം ചിലത് ചെയ്തു. സൈൻ അതെന്താണ്? എന്തോ ഒന്ന് വരാൻ പോകുക. നിങ്ങളുടെ ലൈഫിലെല്ലാം ചില സൈനുകൾ ദൈവം തരാൻ പോകുക. ആമേൻ. അടയാളങ്ങളുടെ ആരംഭമായി കാനയിൽ പച്ചവെള്ളം വീഞ്ഞാക്കി. കാരണം വലുത് വരികയാണ്. കയീൻ ജനിച്ചപ്പോൾ അതൊരു പ്രതീക്ഷയുടെ അടയാളമാണ്. കാരണം വാഗ്ദത്ത സന്തതി ജനിക്കും. നാളുകളിൽ വെളിപ്പെടാൻ പോകുന്ന അത്ഭുതകരമായ ചില ദൈവപ്രവൃത്തിയുടെ മുന്നോടിയായി ചെറിയ ചില സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും. ഏലിയാവ് പറഞ്ഞില്ലേ, ആ ചെറിയ കൈപ്പത്തി കണ്ടപ്പോൾ അവൻ പറഞ്ഞത് വലിയ മഴയുടെ മുഴക്കമാണ്. അഹാവേ, രഥം പൂട്ടി ഓടിക്കൂ. ഓ, ഇതെന്താണ്? ഇതൊന്നുമില്ല, ഇതിനേക്കാൾ വലുതാണ് ഞാൻ പ്രതീക്ഷിച്ചെന്നും പറഞ്ഞില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ സൈനുകൾ അതിൽ സന്തോഷിച്ചു തുടങ്ങുക. വലുത് വരും. നിങ്ങളുടെ ലൈഫിലെല്ലാം പ്രതീക്ഷകൾ
ഉണ്ടായി തുടങ്ങുന്നു. ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പരാജയം വളരെ പരാജയമായിരുന്നു. ശത്രുവിനാൽ പിടിക്കപ്പെട്ടവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കപ്പെട്ട് അവന്റെ ശക്തി അടങ്ങപ്പെട്ട ജടകൾ മുറിക്കപ്പെട്ട് ശത്രുവിന്റെ പാളയത്തിനകത്ത് ശത്രുവിന്റെ ഇഷ്ടം പോലെ അവൻ ജീവിച്ചു വരുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്, അവന്റെ മുറിഞ്ഞ ജടകൾ വീണ്ടും കിളിർത്തു തുടങ്ങി. അർത്ഥം ഇത്രയേ ഉള്ളൂ, പ്രതീക്ഷിക്കുന്നതിനൊക്കെ വകയുണ്ട്. ഒത്തിരി തകർച്ചകൾ നിന്റെ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും രഹസ്യമായും പരസ്യമായും വന്ന വ്യക്തിയല്ലേ. പക്ഷെ എവിടെയൊക്കെയോ ചില പ്രതീക്ഷകളുടെ നാമ്പുകൾ കിളിർത്തു വരുന്നു. ഇത് അത്ഭുതമാകാൻ സാധ്യതയാണ്. ദൈവാത്മാവ് ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുന്നു, പ്രതീക്ഷയോടെ ജീവിച്ചു. ചില പ്രതീക്ഷയ്ക്ക് വക ദൈവം തരികയാണ്. യെസ്, ആ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, പ്രത്യാശയായിട്ട് ജീവിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് പ്രത്യാശയെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു പ്രതീക്ഷകളും ഇല്ലാതെ ജീവിതത്തിൽ കർത്താവെ പരാജയത്തിൽ നിൽക്കുന്ന ഈ വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ക്രിസ്തുവിൽ കർത്താവുള്ള പ്രതീക്ഷകൾ ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പുതിയ വഴികൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പുതിയ വാതിലുകൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇവർ ചില പുതിയ മേഖലകളിലേക്ക് അവർ കയറട്ടെ. യേശുവെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങള് ഈ നല്ല പ്രത്യാശയുടെ വചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുറത്താക്കപ്പെട്ടും വേദനയിലേക്ക് നിൽക്കുമ്പോഴും ഒരു റെസ്റ്റോറേഷൻ ഉണ്ടെന്ന് ബോധ്യത്താൽ അവർക്ക് ലഭിച്ച ആദ്യ തലമുറയിൽ സന്തോഷം അവർ പറഞ്ഞു, ദൈവം നമുക്കൊരു പ്രജയെ തന്നു. അതുപോലെ കർത്താവേ, ഈ മക്കളുടെ ലൈഫിൽ വലിയ ചില ദൈവ പദ്ധതിയുടെ തുടക്കമെന്നവണ്ണം ചില സൈനുകൾ നീ അവർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. നിരാശയിൽ നിന്ന് പുറത്തു വരട്ടെ, ദുഃഖത്തിൽ നിന്ന് പുറത്തു വരട്ടെ, ഭാരത്തിൽ നിന്നും ഭയത്തിൽ നിന്നും പുറത്തു വരട്ടെ. ഇവർക്കൊന്ന് പൊട്ടിച്ചിരിക്കാൻ, ഇവർക്ക് ധൈര്യത്തോടെ തലയൊന്ന് ഉയർത്താൻ യേശുവിൻ്റെ നാമത്തിൽ ചില സൈൻ നീ കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. സ്തോത്രം. ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ കർത്താവേ ഇവർക്ക് അനുകൂലമാകാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് ചില പോലീസ് അധികാരികളിൽ നിന്ന്, ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നല്ല ചില അമേൻ മറുപടികൾ ലഭിക്കുന്നതിനായി സ്തോത്രം. ചിലത് സാങ്ഷൻ ആകുന്നതിനായി സ്തോത്രം. ചില ഡോറുകൾ ഓപ്പൺ ആകുന്നതിനായി സ്തോത്രം. പ്രതീക്ഷകൾ മുളയ്ക്കട്ടെ. അത്ഭുതത്തിന്റെ ചില ആരംഭങ്ങൾ ഉണ്ടാകട്ടെ. അടയാളങ്ങളുടെ ചില ആരംഭങ്ങൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഭയങ്കര പ്രതീക്ഷയോടെ ജീവിക്കുക കേട്ടോ. കർത്താവ് കൂടെയുണ്ട്, കൈവിടത്തേയില്ല. ഗോഡ് ബ്ലെസ് യു. ശാലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.